നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശത്രുദോഷം എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ, നാമജപമോ പ്രാർത്ഥനയോ മന്ത്രോച്ചാരണമോ എന്നിവയൊക്കെ ഇതിന് അറുതി വരുത്തുവാൻ സാധിക്കുമോ? നമ്മളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല വെല്ലുവിളികൾ നേരിടാറുണ്ട്. ജോലി സംബന്ധമായോ കുടുംബത്തിലോ സമൂഹത്തിലോ പലപ്പോഴും നമ്മെ ആളുകൾ വെറുക്കുന്നതായും ആളുകളുടെ ദോഷബുദ്ധി, അവരുടെ ദോഷകരമായിട്ടുള്ള ചിന്തകളും മറ്റും നമുക്കൊരു നെഗറ്റീവ് എനർജിയായി സംഭവിച്ചിട്ട് അത് കാരണം നമ്മളുടെ ജീവിതത്തിൽ പല വിഷമ സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അത് സാധാരണയായി ശത്രുദോഷമായി കണക്കാക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ശത്രുദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനായി നമുക്ക് നിത്യവും ജപിക്കാവുന്നതും വളരെ ലളിതമായതും എന്നാൽ ശക്തിയേറിയതുമായിട്ടുള്ള ചില മന്ത്രങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് ഈ ശത്രുദോഷമെന്ന് നോക്കാം. ഒരാളുടെ ജീവിതം മുൻപോട്ട് പോകാതിരിക്കുവാനായി മറ്റൊരാൾ മനസ്സിൽ കരുതുന്ന ദേഷ്യവും വിരോധവുമൊക്കെയാണ് ശത്രുദോഷമായി നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. ഇത് ശാരീരികമായിട്ടുള്ള ഒരു ആക്രമണമൊന്നുമല്ല, പക്ഷേ നെഗറ്റീവ് ചിന്തകൾ, ദോഷദൃഷ്ടി, ശാപം പോലെയുള്ള വികാരങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ജോലിയിൽ തടസ്സങ്ങളുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, കുടുംബ കലഹങ്ങളുണ്ടാകാം, സാമ്പത്തിക നഷ്ടമുണ്ടാകാം, മനസ്സിൽ എപ്പോഴും വിഷമവും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടെന്നിരിക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്രത്തിലുള്ള ശത്രുദോഷത്തിന് പരിഹാരമായിട്ടുള്ള പൂജകൾ നടത്താറാണ് പതിവ്. എന്നാൽ അത് ചിലവേറിയ കാര്യമാണ്, നമ്മൾക്ക് എപ്പോഴും അത് പോയി ചെയ്യാൻ സാധിക്കുന്നതുമല്ല. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ലളിതമായിട്ടുള്ള മന്ത്രജപത്തിലൂടെ, അതും തുടർച്ചയായിട്ടുള്ള 21 ദിവസങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നീട് പ്രഹ്ലാദസ്തുതി പോലെയുള്ള കാര്യങ്ങൾ ദിവസവും ജപിക്കുന്നത് അതും ശത്രുദോഷത്തിന് നല്ല ഒരു പരിഹാരമാർഗമാണ്. ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഓരോ തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിനെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? ആത്മവിശ്വാസത്തോടെയും ഭക്തിയോടെയും മനസ്സിനെ ശക്തിപ്പെടുത്തി തന്നെ നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുക. മനസ്സിനെ ശുദ്ധമായി നിലനിർത്തുക. സ്ഥിരമായിട്ട് മന്ത്രജപം, ഉച്ചാരണങ്ങൾ, മന്ത്രജപത്തിൻ്റെ ഉച്ചാരണത്തിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുകയും പോസിറ്റീവ് എനർജികളൊക്കെ നമ്മളിലേക്ക് വന്ന് നിറയുകയുമാണ് ചെയ്യുന്നത്. ജപം നമ്മുടെ മനസ്സിന് ആത്മശക്തിയും ശത്രുദോഷത്തിൻ്റേതായിട്ട് നമുക്ക് ലഭിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ആത്മീയമായിട്ടുള്ള സംരക്ഷണമാണ് ഈ മന്ത്രജപം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവരെ ഹനുമാന്റെ ശക്തി ശത്രുദോഷത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് കരുതുന്നത്. ഇത് രാവിലെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് അഭിമുഖമായിരുന്ന് 108 പ്രാവശ്യം ജപിക്കുന്നതായിരിക്കും ഉത്തമം. കുറഞ്ഞത് 21 ദിവസമെങ്കിലും തുടർച്ചയായി ജപിച്ചാലേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഈ ഒരു മന്ത്രം ശുദ്ധ മനസ്സോടുകൂടി ജപിക്കുവാൻ തുടങ്ങുക. ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജപമാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി മനസ്സിന് സ്ഥിരത നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജപമാല ഉപയോഗിച്ച് 108 തവണ ഈ മന്ത്രം ജപിക്കുന്നതായിരിക്കും നല്ലത്. മന്ത്രം ജപിക്കുക എന്നതിന് പകരം മനസ്സിൽ ഭക്തിയോടെ ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ ജപിക്കുകയാണ് നല്ലത്. അടുത്തതായി ഈ ഒരു മന്ത്രം തുടർച്ചയായ 9 ദിവസങ്ങളിൽ ജപിക്കുന്നത് ശത്രുദോഷ പരിഹാരത്തിന് നല്ലതാണ്. ദുർഗാദേവി ദുഷ്ടബാധകളെയും ശത്രുബാധകളെയും നീക്കി അനുഗ്രഹം നൽകുന്നവളാണ്. വൈകുന്നേരങ്ങളിൽ വിളക്ക് കൊളുത്തി ജപിക്കുന്നതാണ് ഉത്തമം. 108 തവണ തുടർച്ചയായിട്ടുള്ള 9 ദിവസങ്ങളിൽ ജപിച്ചാൽ മാത്രമാണ് പൂർണ്ണഫലം ലഭിക്കുന്നത്. നിത്യവും പ്രഹ്ലാദസ്തുതി ജപിക്കുന്നതും
ശത്രുദോഷ പരിഹാരത്തിന് നല്ലതായ ഒരു മാർഗമാണ്. ജപം മാത്രം മതിയാവില്ല. ജീവിതത്തിൽ ധാർമ്മികതയും നല്ല പ്രവൃത്തികളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ശത്രുദോഷം വന്നാലും മനസ്സിൽ വെറുപ്പ് നിറയ്ക്കരുത്. സന്തോഷം, സഹനം, ഭക്തി ഇവയൊക്കെ പാലിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്താൽ ആത്മീയ ശക്തി വർദ്ധിക്കുകയും ശത്രുവിൻ്റെ ദോഷം നമ്മളെ ബാധിക്കാതെ പോവുകയും ചെയ്യും എന്നതാണ്. ശത്രുദോഷം നമ്മുടെ ജീവിതത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദൈവവിശ്വാസവും മന്ത്രജപവും ധാർമ്മികവുമായിട്ടുള്ള ജീവിതം എന്നിവയിലൊക്കെ അതിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ദിവസവും 10 മിനിറ്റെങ്കിലും ഒരു മന്ത്രജപത്തിനോ ഒരു നാമജപത്തിനോ ആയി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്.